ഹായ് ഹലോ എവ്രി വൺ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറി ടൈം ബൈ ഉമ്മുക്കുൽസു. അപ്പം നമുക്ക് ഇന്ന് ഫ്രണ്ടിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സുഡിയോയിലാണ്. യൂഷ്വലി സുഡിയോയുടെ ഹോൾ ചെയ്യുന്നത് ഡ്രസ്സിൻ്റെയൊക്കെ അല്ലേ. പക്ഷേ ഇന്ന് നമുക്ക് വെറൈറ്റിക്ക് നമുക്ക് മേക്കപ്പിലോട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സുഡിയോയുടെ മേക്കപ്പ് ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല, ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് മേക്കപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്തൊക്കെ മേക്കപ്പ് ഐറ്റംസ് ഉണ്ടെന്നോ അതിൻ്റെ പ്രൈസും അതേപോലെ തന്നെ അത് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണ്. അപ്പം നിങ്ങൾ വേഗം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ള് കാണുക. കാരണം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടുതൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഡു ലൈക്ക്, ഷെയർ, കോമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് വേഗം തന്നെ പോയിട്ട് മേക്കപ്പ് സെഷനിലോട്ട് ഡയറക്റ്റ് പോകാം. സോ കം ഓൺ. സോ നമുക്ക് മേക്കപ്പ് ഐറ്റംസിൻ്റെ സെഷനിലോട്ട് ലെറ്റ്സ് ഗോ. കം ഓൺ. കണ്ടു ആൾക്കാരൊക്കെ ടെസ്റ്റ് അടിച്ച് വെച്ചേക്കുന്നതാണ്, ഇച്ചിരി പോലും ഇല്ല. ലിപ്സ്റ്റിക് ഉണ്ട്, ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ ഗ്ലോസ് ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. പക്ഷേ ലിക്വിഡിന് ടെസ്റ്റർ ഇല്ല. ഇത് ലിപ്സ്റ്റിക് ആണ്, പക്ഷെ ടെസ്റ്റർ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷെയ്ഡൊക്കെ കൊള്ളാം കേട്ടോ, കാണാൻ കൊള്ളാം, നല്ലതാണെന്നൊന്നും അറിയില്ല. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ ഇതിങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. കൊള്ളാലോ.
സ്പൈസി എന്തോ ടെസ്റ്റിങ്ങിൻ്റെ അവസ്ഥ. Just for double nine. ഗൈസ് അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു. കുറച്ച് പ്രൊഡക്ട്സാണ് വാങ്ങിച്ചത്, അതായത് ഒരു 1000 ആ ഒരു റേഞ്ചിലുള്ള പ്രൊഡക്ട്സാണ് വാങ്ങിച്ചത്. കാരണം ഒരുപാട് പ്രൊഡക്ട്സ് ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ട് അത് മറ്റേ ചീച്ചളിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഗൈസ് നിങ്ങളങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്യുമ്പം ബാക്കിയുള്ളവർക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റാത്ത വിധം അലമ്പാക്കി വെച്ചേക്കാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി മര്യാദയ്ക്ക് യൂസ് ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഒരുപാട് ഇങ്ങനെ ഇതാക്കി യൂസ് ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിൽ ഗ്ലോസ് ലിപ്സ്റ്റിക്ക് ഭയങ്കര കോളാക്കി വെച്ചേക്കുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് വാങ്ങിക്കണമല്ലോ. ഞാൻ കുറച്ച് പേഴ്സൺ എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. കാരണം എങ്ങനെയുണ്ട് സ്റ്റുഡിയോയുടെ മേക്കപ്പ് എന്ന് നോക്കാം. കാരണം യൂഷ്വലി ഞാനൊരു സ്റ്റുഡിയോയുടെ വീഡിയോ ഞാനൊരു 4-5 ടൈംസ് ക്ലോത്തിങ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും മേക്കപ്പ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിനി വീട്ടിൽ ചെന്നിട്ട് ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ സി യു, ബൈ. ഞാനിതിവിടെ ടെസ്റ്റ് അടിച്ചാണ് ഗൈസ്, കണ്ടില്ലേ? കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് കാണാം. ബൈ. അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഫുള്ള് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഹോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ഇതാണ്. ഞാൻ ഇതിൻ്റെ അകത്തിട്ടേക്കാണ്. ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സാണ് വാങ്ങിച്ചത്. അത് ഒരു 1000 റുപ്പീസ്, കറക്റ്റ് 1000 രൂപക്കാട്ടോ ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഒരു 2-3 അല്ലെങ്കിൽ 4 മന്ത്സ് മുന്നേ എനിക്ക് ഈ സ്റ്റുഡിയോ മേക്കപ്പ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് ഇൻസ്റ്റഗ്രാമിലേക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും പ്രോഡക്റ്റ് ഇൻക്ലൂഡിങ് നെയിൽ പോളിഷ് ഒക്കെ ആയിട്ട് ഇത്രയും പ്രോഡക്റ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോഴത്തേക്കും വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. കാരണം അവർ മേക്കപ്പ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിന് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് അത് തന്നതാണ്. അപ്പം അന്നത്തെ പ്രൊഡക്റ്റും ഞാൻ ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, സത്യം ടു ബി ഓണസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഇന്നലെ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഓൾറെഡി ഇപ്പം വ്ലോഗ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് ഈ ഫുൾ വീഡിയോ കാണാം. കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിച്ചത്, പിന്നെ എൻ്റെ കയ്യിലുള്ളതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്രൊഡക്റ്റ് കാണിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യം നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നിങ്ങളൊരു സ്റ്റോറിൽ പോവുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ അവിടുത്തെ പ്രൊഡക്റ്റ് ഇങ്ങനെ എന്താ പറയുക, അവിടെ ഒരു നമുക്ക് ട്രൈ ചെയ്യാൻ ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി അവർ വെച്ചിട്ടുണ്ടെന്നതിൻ്റെ സെൻസിൻ്റെ അർത്ഥം നമ്മൾ ആ പ്രൊഡക്റ്റ് ഇങ്ങനെ ഉപയോഗിച്ച് അലമ്പാക്കി അവിടെ കൊളാക്കി ഇട്ടിട്ട് പോകുക എന്നുള്ളതല്ല. കാരണം ഞാൻ അവിടെ കണ്ടിട്ട് ലിപ്സ്റ്റിക് ആൻഡ് മോസ്റ്റ് ഓഫ് ദി ലിപ്സ്റ്റിക് സെക്ഷൻ ഈസ് റിയലി അൺഹൈജീനിക്. ബിക്കോസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ യൂസ് ചെയ്തിട്ട് അതിങ്ങനെ ഭയങ്കര കൊളാക്കി വെച്ച് വി കാണ്ട് ഈവൻ യൂസ് എനി ട്രയൽ പ്രോഡക്ട്സ് ബിക്കോസ് ദ പ്രോഡക്ട്സ് ആർ റിയലി ഇൻ എ വേഴ്സ് കണ്ടീഷൻ. സോ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്തെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു കാര്യം ഫ്രീ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് ഞാൻ കുറേ ആൾക്കാർ റീലും കാണാറുണ്ട്. ഫ്രീ പ്രോഡക്ട്സ് പോയിട്ട് അവിടെ പോയിട്ട് അതിട്ട് നോക്കുന്നു എന്നിട്ട് പോരുന്നു. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ്സ് എ നൈസ് കൂൾ ഓർ സ്മാർട്ട് ആക്ട്. ബിക്കോസ് അതിന് ഓൾറെഡി വില കുറവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ ഇങ്ങനെ പോയി യൂസ് ചെയ്ത് മറ്റൊരാൾക്ക് പോലും അത് ട്രയൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടെ പ്രൊഡക്ട്സ് കിടക്കുന്നത്. ഓക്കെ, എനിവേസ് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് ടു എനി വൺ. പ്ലീസ് ഡോണ്ട് ഡു അറ്റ് എനി സ്റ്റോർ. പിന്നെ അതേപോലെ മേക്കപ്പ് ആക്കാതിരിക്കുക.
ഇതൊക്കെ ഒരു ബേസിക് മാനേഴ്സ് ആണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അറിയാതെയോ തമാശക്കോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. കാരണം അത്ര നല്ല പരിപാടിയായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് മേക്കപ്പ് പ്രൊഡക്ട്സിലോട്ട് കടക്കാം. എനിക്ക് ആദ്യം കിട്ടിയ പ്രോഡക്ട്സ്, അവർ തന്ന പ്രോഡക്ട്സ് കാണിക്കണം, എൻ്റെ പ്രോഡക്ട്സ് കാണിക്കാം. കാരണം അവർ തന്ന പ്രോഡക്ട്സ് അവരുടെ ചോയ്സുള്ള പ്രോഡക്ട്സ് ആണ്. അതിൽ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നെയിൽ പോളിഷിൻ്റെ ഒരു ഷെയ്ഡ് മാത്രമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ അത് ആദ്യം കാണിക്കാം. ഓക്കെ, ആദ്യം തന്നെ എനിക്ക് അവർ തന്നതിൽ ക്രീം ഫോർ എവർ റെഡ് എന്നുള്ളൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു ഒരു റെഡ് കളറാണ്. ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടത്, ഇത് ഞാൻ എൻ്റെ എസ്റ്റീ ലോഡറിൻ്റെ ഫൗണ്ടേഷൻ ഇല്ല, ആ ഫൗണ്ടേഷൻ കുറേ നാൾ യൂസ് ചെയ്യാതെ ഞാൻ അതെടുത്ത് ഇന്ന് യൂസ് ചെയ്തിട്ട് ഭയങ്കര കട്ട പിടിച്ചു. എനിക്ക് അറിയില്ല എന്താ അങ്ങനെ ഇരിക്കണേന്ന്. അതിൻ്റെ ഒരു പാടാണ് കേട്ടോ. അതെ, ഒരു റെഡ് ഷെയ്ഡാണ്. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ എന്താ പറയുക, ടെക്സ്ചർ ഭയങ്കര സ്മൂത്താണ്. ഞാൻ കൂടുതലും ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പിന്നെ ഞാൻ റെഡ് അങ്ങനെ യൂസ് ചെയ്യില്ല. ഐ പ്രിഫർ വെരി ന്യൂഡ് ഷെയ്ഡ്സ്. സോ ഇത് പക്ഷെ നല്ല സ്മൂത്ത് ആണ്. റെഡ് ലിപ്സ്റ്റിക് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് യു ഗൈസ് ക്യാൻ ബൈ ഇറ്റ്. ചെറുതായിട്ടാണ് സ്മഡ്ജ് ആവുന്നുള്ളൂ, ചെറുതായിട്ട് സ്മഡ്ജ് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ റീഅപ്ലൈ ചെയ്യേണ്ട വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ടെക്സ്ചറൊക്കെ നല്ല സ്മൂത്ത് ആണ്. നമുക്ക് ഇറ്റ് ഫീൽ ലൈറ്റായിട്ട് ഫീൽ ചെയ്യും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി എനിക്ക് അവരതിൽ വേറൊരു ഷെയ്ഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാരമൽ ന്യൂഡ് എന്ന് പറയുന്ന ഷെയ്ഡ്. സി, അത് ഭയങ്കര ന്യൂഡ് ഷെയ്ഡാണ്. ഇത് എല്ലാവർക്കും ചേരാൻ വഴിയില്ല. സി, ഇത് അത്യാവശ്യം നല്ല ന്യൂഡ് ഷെയ്ഡാണ്. ഇതാണ് ആ ഷെയ്ഡ്. നല്ല ഒരു ഭംഗിയുള്ള ഷെയ്ഡാണ്. പക്ഷേ ഇത് ഡീപ്പർ സ്കിന്നിലോട്ട് പോകുമ്പോൾ വാഷ് ഔട്ട് ആവുന്നതാണ്. അപ്പം ക്യാരമൽ ന്യൂഡ് എന്നുള്ള ഷെയ്ഡാണ്. സെയിം ടെക്സ്ചർ ഫോർമുല തന്നെയാണ്. അങ്ങനെ കാണിക്കുക. ഇത് ഞാൻ പൊട്ടിച്ചിട്ട് പോലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ പൊട്ടിച്ചിട്ട് പോലുമില്ല. ഞാൻ എടുത്ത കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു ലൂസ് പൗഡറാണ്. ലൂസ് പൗഡറിൻ്റെ ഈ മേളത്തെ സംഭവം പോലും ഞാൻ മാറ്റിയിട്ടില്ല. യൂഷ്വലി നമ്മുടെ സാധാരണ ഒരു പൗഡർ ഇല്ല, ആ ഒരു ഇത് തന്നെ കണ്ടതാണ്. ഇതിൻ്റെ നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ഇങ്ങനെ എടുക്കുമ്പം അത് നല്ല ഓവറായിട്ട് വരുന്നുണ്ടെന്ന് കണ്ടതാണ്. പിന്നെ ക്വാളിറ്റീസ് ലൈക്ക് ഫൈൻ ക്വാളിറ്റി ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഇതേ ഈ ഒരു ഷെയ്ഡ്, ഇത് ഞാൻ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഷെയ്ഡാണ് ഞാൻ ഇട്ടിരുന്നത്. ഓക്കെ, ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഇട്ടിരുന്നത്. ഓൾമോസ്റ്റ് പൊളിഞ്ഞൊക്കെ പോകുന്നു, കാരണം കുറേ നാളായിട്ടിട്ട്. ഇത് നല്ലൊരു ഷെയ്ഡാണ്, ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഇതാണ് ഞാൻ ആകെ എനിക്ക് തന്നതിൽ യൂസ് ചെയ്തിരിക്കുന്ന സാധനം. പിന്നെ അതേപോലെ തന്നെ എനിക്കൊരു ലൈലാക്ക് ഷെയ്ഡിൻ്റെ നെയിൽ പോളിഷ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡ് ഇടാത്തത് കൊണ്ട് തന്നെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ കാജൽ ഒരു ബ്ലൂ കളറാണ്. ഇതും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം ഞാൻ നീല കണ്ണൊന്നും ഇതുവരെ യൂസ് ചെയ്യാറില്ല. ഒരു ബ്രൗൺ ലൈനറാണ്. ഇത് ഞാൻ എപ്പോഴോ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇത് അത്യാവശ്യം നല്ല ഒരു പ്രൊഡക്റ്റാണ്. ഇത് സ്ട്രോക്ക് ഈസ് വെരി തിൻ. ഇത് ചെറിയ ഭയങ്കര തിന്നാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക സ്ട്രോക്ക് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ലൈൻ ചെയ്യാൻ കുറച്ച് ഭയങ്കര എന്താ പറയുക വണ്ണം കുറഞ്ഞ ലൈനാണ് കിട്ടുള്ളൂ. ബട്ട് എനിവേസ് ഇറ്റ്സ് നൈസ്. അത്യാവശ്യം കളറൊക്കെ നല്ലതാണ്. ബ്രൗൺ നല്ല ഒരു ഷെയ്ഡായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എനിക്ക് കയ്യിലുള്ള തുടച്ചുകളാണ്, അപ്പോൾ ഇതിന് ഇത് കാണിച്ചാൽ എനിക്കത് യൂസ് ചെയ്യാമല്ലോ. ഇത് സുഡിയോയുടെ ഞാനൊരു വെറ്റ് വൈപ്സ് ആണ് എടുത്തത്, അലോവേറ ജെല്ലിൻ്റെ. ഇത് ആക്ച്വലി അവരുടെ അടുത്ത് ഐ മേക്കപ്പ് കളയാനും ലിപ് മേക്കപ്പ് കളയാനും ഒക്കെ വരെ അവർക്ക് ചെറിയ ചെറിയ കുട്ടി പാക്കിംഗ് ഉണ്ട്. അപ്പം ഇത് ഞാനൊരു ഇങ്ങനത്തെ ഒരു പാക്കാണ് എടുത്തത്, കാരണം എനിക്ക് അങ്ങനെ സെപ്പറേറ്റ് വൈപ്പ് ചെയ്യാൻ തോന്നാറില്ല. അപ്പം ഇത് നല്ല മൈൽഡ് സ്മെല്ലൊക്കെയാണ്. അതെ, പോയിട്ടോ. ദിസ് ഇസ് നൈസ് ആക്ച്വലി. ഈ ഒരു പേയ്മെൻറ്റിന് ഇത് കുറവ്, നല്ലൊരു പേർത്താണ് പേയ്മെൻറ്റ്. ഐ തിങ്ക് സോ റുപ്പീസോ അത്രേ ഉള്ളൂ, 30 എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. 30 റുപ്പീസ് എന്തോ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലോട്ട് കിടക്കാം. ലിപ്സ്റ്റിക് എന്ന് പറയുമ്പം ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. സുഡിയോയുടെ ഈ ഒരു ഷെയ്ഡാണ്. ഷെയ്ഡ് എന്ന് പറയുന്നത് ടോസ്റ്റഡ് ആൽമണ്ട് എന്നാണ്. ഞാനിപ്പോൾ ഈ അകത്തിട്ടിരിക്കുന്ന ഷെയ്ഡ് അതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഞാൻ നിങ്ങളെ ഇട്ട് കാണിക്കാം, കാരണം എന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ഉണ്ടാവുള്ളൂ. ഇവിടെ ചെറിയൊരു പിഗ്മെൻറ്റേഷൻ ആണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്തോരം വർക്ക് ആവും എന്നുള്ളത്. ഞാൻ ലൈൻ ചെയ്തിട്ടായിരുന്നു അത് ഇട്ടിരുന്നത്.
ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ലൈനർ കൊണ്ട് ലൈൻ ചെയ്തിട്ടാണ് ഇട്ടത്. ഇപ്പോൾ സി ദിസ് ഈസ് ദി ഷെയ്ഡ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. ഇതിൻ്റെ ഫോർമുല ഓൾസോ ഐ ലൈക്ക് ഇറ്റ്. കാരണം ഇത് കാണുമ്പം നമുക്കൊരു എന്താ പറയുക, ഇപ്പോൾ അത് പോകുമെന്ന് തോന്നുന്നു, പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ ക്വിക്ക് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ലൈറ്റ് ഓൺ യുവർ ലിപ്സ്. ഐ ജെനുവൻലി ലവ് ദിസ് പ്രൊഡക്റ്റ്. 150 രൂപ മാത്രമേ ഉള്ളൂ, പക്ഷെ പ്രൊഡക്റ്റ് അടിപൊളിയാണ്. വർത്ത് ദി മണി ഡെഫിനറ്റ്ലി. ഐ ലൈക്ക് ദിസ് ഷെയ്ഡ്. സ്വാച്ച് വേണമെങ്കിൽ ഞാൻ സ്വാച്ച് ചെയ്തും കൂടെ കാണിച്ചു തരാം. കണ്ടോ, നല്ലൊരു ഷെയ്ഡാണ്, ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇതൊരു 1 minutes പോലും എടുക്കാതെ തന്നെ ഡ്രൈയിങ് ആയിരിക്കും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ലിപ്സിന് തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഡസൻ ഫീൽ വെരി ഹെവി, ഇറ്റ്സ് വെരി ലൈറ്റ് വെയിറ്റ് ആൻഡ് പ്രൈസ് 150 ആണ്. ബട്ട് സ്റ്റിൽ ലൈക്ക് ഇറ്റ്സ് റിയലി ഗുഡ്. നല്ല അടിപൊളിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സെയിം ലിപ്സ്റ്റിക്കിൽ തന്നെ, ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെ എടുത്ത നെക്സ്റ്റ് ഷെയ്ഡാണ് ഇത്. ബെറി ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഡാർക്ക് കളർ ഷെയ്ഡാണ് ഇത്. ഞാൻ എന്താണ് ഈ ഒരു ഷെയ്ഡ് എടുത്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിവേസ് ഞാൻ ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇറ്റ്സ് എ വൈൻ കൈൻഡ് ഓഫ്, വയലറ്റ് വൈൻ കൈൻഡ് ഓഫ് കളർ. ഞാൻ ഉദ്ദേശിച്ചൊരു പിങ്ക് പർപ്പിൾ കളറായിരുന്നു, പക്ഷെ ഇതൊരു വയലറ്റ് കളറാണ്. ഇത് എൻ്റെ ഒരു ടൈപ്പ് അല്ല. See, this is the color. The color is pretty nice. ഇതേ മരിയൊക്കെയല്ല അപ്ലൈ ചെയ്തേക്കുന്നത്, ജസ്റ്റ് അപ്ലൈ ചെയ്തേക്കുവാണ്. കളർ ഈസ് പ്രിറ്റി നൈസ്, നല്ല കളറാണ്. സെയിം ഫോർമുലയാണ്, കാരണം സെയിം ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെയാണ് കേട്ടോ. സി, ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സ്വാച്ച് കാണിച്ചു തരാം. കണ്ടോ, കുറച്ചൊരു ഡാർക്ക് ഗ്രേപ്പ്, നമ്മൾ മുന്തിരിയുടെ ഒക്കെ ഒരു കളറായിട്ട് മിക്സ് വരുന്നൊരു ഷെയ്ഡാണ്. സി, ഞാനിതൊരു ലൈറ്റ് കോട്ട് അടിച്ചുള്ളൂ, കാരണം ഞാൻ അത്രയും ഡാർക്ക് യൂസ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് 2 ലിപ്സ്റ്റിക്കും കൂടെയാണ്. ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം ഞാൻ ഓർത്തത് ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെന്നാണ് കേട്ടോ, പക്ഷേ ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ല ഇത്. ആക്ച്വലി ഇതൊരു എന്താ പറയുക, നമ്മുടെ ക്രീം കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്കാണ്. ആയി അടുത്ത ലിപ്സ്റ്റിക് ഞാൻ കയ്യിലിട്ട് കാണിച്ചു തരാം, കാരണം ഇല്ലെങ്കിൽ എൻ്റെ ചുണ്ട് ചിലപ്പോൾ തേഞ്ഞു പോകും. സി, ഓക്കെ, ഇതൊരു പിങ്ക് കളറാണ്. ഇറ്റ്സ് എ നൈസ് ഷെയ്ഡ്, ഐ ലൈക്ക് ഇറ്റ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് ഇട്ട ഷെയ്ഡാണ്. കാരണം ഇത് പറയുന്നത് സാറ്റിൻ ഐക്കൺ B1, സാറ്റിൻ ഐക്കൺ B1 എന്നാണ്. ഇതിൻ്റെ പ്രൈസും ഐ തിങ്ക് 150 ആണെന്ന് തോന്നുന്നു. ഇത് ഓൾസോ 150. അതെ, ഇതും 150 തന്നെയാണ്. ഇനി നെക്സ്റ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഡെസേർട്ട് റോസ് എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഇത് സി, ഭയങ്കര ന്യൂഡ് ഷെയ്ഡാണ്. മീഡിയം ഡീപ്പർ സ്കിന്നിലോട്ട് വാഷ് ഔട്ട് ആവും ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പം ഇത്രയാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. പിന്നെ ഞാനൊരു ഗ്ലോസ് വാങ്ങിച്ചിരുന്നു. കോമഡിയാണ് ഗ്ലോസിൻ്റെ കാര്യം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എൻ്റെ കാശ് കളഞ്ഞതാണ്. ഇത് 99 റുപ്പീസേ ഉള്ളൂ. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തത്. ഭയങ്കര സ്റ്റിക്കിയാണ്. ഇതിനൊരു ഷിമ്മറി നേച്ചറുണ്ട്. ഞാൻ ഓൾറെഡി റിവ്യൂ ഇതിൽ വായിച്ചപ്പോൾ എനിക്കറിയാം, ലൈക്ക് റിവ്യൂ കണ്ടതാണ്. ഇത് ഭയങ്കര സ്റ്റിക്കിയാണെന്ന് കുറേ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം നല്ല സ്റ്റിക്കിയാണ്. ദാറ്റ്സ് വെരി ട്രൂ. എനിവേസ്, ലൈക്ക് ഈ ഒരു മണിക്ക് ആക്ച്വലി കുഴപ്പമില്ല എന്ന് പറയാം. ഇത് സ്റ്റിക്കിയാണ്. നിങ്ങൾക്ക് ലിപ് ഗ്ലോസ് ഒക്കെ എപ്പോഴെങ്കിലും ട്രൈ ചെയ്യണം അഫോർഡബിൾ റേഞ്ചിൽ എന്നുള്ളവർക്ക് യു ഗൈസ് ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ദിസ് ഇസ് ആക്ച്വലി ഞാൻ ഇനി വാങ്ങിക്കുമെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിക്കില്ല, കാരണം ഇതൊരു സ്റ്റിക്കി ആയിട്ടുള്ളതാണ്. ഒരു ഷീറ്റ് മാസ്ക് ആണ് ഇത്. എക്സ്ഫോലിയേറ്റ് ഷീറ്റ് മാസ്ക് AHA BHA എക്സ്ഫോലിയേറ്റ് ഡെഡ് സ്കിൻ സെൽസ് ആൻഡ് ഗിവ് യു എ ഹെൽത്തി ഗ്ലോ വിത്ത് ബൂസ്റ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഈ ഒരു മാസ്കാണ് ഞാൻ വാങ്ങിച്ചത്. നോട്ട് ദ ലീസ്റ്റ് പ്രോഡക്റ്റ് ഇസ് ഈ ഒരു ബോഡി ലോഷൻ സൂഡിയോയുടെ. സി, ഫ്രാഗ്രൻസ് ആൻഡ് എവറിത്തിങ്.
ഇത് ആക്ച്വലി ഒരു മൈൽഡ് ഫ്രാഗ്രൻസ് ആണ്. ഞാൻ ഇന്നലെ ഇത് യൂസ് ചെയ്തതാണ്. ഇത് ആക്ച്വലി മൈൽഡ് ഫ്രാഗ്രൻസ് ആണ്, അത്ര ഹെവി ഫ്രാഗ്രൻസ് ഒന്നും അല്ല. ഇഫ് യു വാണ്ട് ടു ജസ്റ്റ് ട്രൈ ഇറ്റ് യു ക്യാൻ ട്രൈ ഇറ്റ്. ഇതൊരു ബോഡി ലോഷനാണ്. 100 rupees ഉള്ളൂ. 100 rupeesന് ദിസ് ഇസ് ഫൈൻ. പക്ഷെ അത്ര മണമുണ്ടോ എന്ന് വെച്ചാൽ അത്ര മണമൊന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പം ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. സ്റ്റുഡിയോയുടെ മേക്കപ്പ് പ്രോഡക്ട്സിനാണെങ്കിൽ ഞാൻ ഒരു 10ന് ഒരു 5 റേഞ്ചൊക്കെ കൊടുക്കാം, 4-5 റേഞ്ചൊക്കെ കൊടുക്കാം. അത്ര എനിക്ക് ലൈക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. കാരണം പ്രൊഡക്ട്സ് എല്ലാം അത്ര ഗ്രേറ്റ് ക്വാളിറ്റി അല്ല എനിക്ക്. പക്ഷേ ലിക്വിഡ് ലിപ്സ്റ്റിക് ഐ ഫൗണ്ട് ഇറ്റ് വെരി നൈസ്. പക്ഷേ ബാക്കി പ്രോഡക്ട്സിൽ നെയിൽ പോളിഷ് ദേ ഹാവ് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ്. ലിപ്സ്റ്റിക് ദേ ഹാവ് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ. ദേ ഹാവ് ഗ്ലോസ്, ലിക്വിഡ് ലിപ്സ്റ്റിക്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്, പിന്നെന്താ പല ടൈപ്പ് ഉണ്ട്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. I hope it is useful for you guys because I got so many messages. കാരണം ഞാൻ ക്ലോത്തിങ് ചെയ്തിട്ടുള്ളൂ, ഇതുവരെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല സ്റ്റുഡിയോയുടെ. അപ്പോൾ അത് കാരണം എന്നോട് ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ഞാൻ ഓർത്താണ് ഡെഫിനറ്റ്ലി I should do it because lot of requests on that. So hope you guys like this video. If you guys like it and find it useful and don't forget to hit the like button. Subscribe ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye bye.